രാവിലെ കടയിലെത്തി ഷട്ടർ തുറക്കാൻ ഒരുങ്ങുമ്പോഴാണ് പോക്കറ്റിലിരുന്ന 2 ഫോണും ഒരേ സമയം നിർത്താതെ ബെല്ലടിക്കുന്നത്. ഷട്ടറൊന്ന് ഉയർത്തിയിട്ട് ഫോൺ എടുക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ ആ ബെല്ലടിക്ക് ഒരു അസാധാരണമായ വെപ്രാളമുള്ളതുപോലെ തോന്നി. ഞാൻ വേഗം ഫോൺ എടുത്തു. നോക്കിയപ്പോൾ അയൽപ്പക്കത്തെ ഹാജിയാരാണ്. ഫോൺ അറ്റൻഡ് ചെയ്തതും യാതൊരു മുഖവുരയുമില്ലാതെ അദ്ദേഹം പറഞ്ഞു, "മോനെ അക്കു, നീ വേഗമൊന്ന് വീട്ടിലേക്ക് വാ." അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ വിറയൽ കേട്ട് ഞാൻ പരിഭ്രമിച്ചു. "എന്താ ഹാജിയാർ? പറയൂ, എന്താണ് കാര്യം?" എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചെങ്കിലും "കുഴപ്പമില്ലടാ മോനെ, നീ വേഗമൊന്നു വാ" എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഉള്ളിൽ ആധി പടർന്നു. ഞാൻ വേഗം അനിയനെ വിളിച്ചു നോക്കി. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ എടുക്കുന്നില്ല. മനസ്സ് നിറയെ ഉമ്മയുടെ മുഖമായിരുന്നു. BP കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞതു മുതൽ തുടങ്ങിയ പേടി. പടച്ചോനെ, എൻ്റെ ഉമ്മാക്കൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബൈക്കോടിച്ച് വീട്ടിലെത്തി. ഗേറ്റ് കടന്നപ്പോൾ തന്നെ മുറ്റത്ത് ആളുകൾ കൂടിയിരിക്കുന്നു. എല്ലാവരും സങ്കടത്തോടെ എന്നെ തന്നെ നോക്കുകയാണ്. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ ഉമ്മ എന്ന് വിളിച്ച് അകത്തേക്ക് ഓടിക്കയറി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഉമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "മോനെ, നമ്മുടെ സുലു." ആ വാക്കുകൾ എൻ്റെ മസ്തിഷ്കത്തിൽ ഒരു പ്രകമ്പനം പോലെ മുഴങ്ങി. അല്പം മുമ്പ് എനിക്ക് ചായയും പലഹാരവും വിളമ്പിത്തന്ന എൻ്റെ സുലു. എനിക്കൊന്നും വിശ്വസിക്കാനായില്ല. അവളെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരുന്ന കട്ടിലിലേക്ക് "സുലു" എന്ന് നിലവിളിച്ച് ഞാൻ വീണുപോയി. സാധാരണ ഞാൻ കടയിലേക്ക് പോകുമ്പോൾ അവൾ അടുക്കള വാതിൽക്കൽ നിന്നാണ് നോക്കാറുള്ളത്. എന്നാൽ ഇന്ന് അവൾ ഗേറ്റ് വരെ വന്നിരുന്നു. "എന്താ പെണ്ണെ, ഇന്നെന്നെ ഇങ്ങനെ നോക്കുന്നത്?" എന്ന് ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ എൻ്റെ ഇക്കാനെ കാണുകയാണ്. കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല എൻ്റെ മുത്തേ." ആ കൊതി തീർക്കൽ പിരിയാൻ വേണ്ടിയായിരുന്നു റബ്ബേ. ഞാൻ തളർന്നു വീണു. ആരൊക്കെയോ മുഖത്ത് വെള്ളം തളിച്ച് എന്നെ അടുത്ത മുറിയിൽ കിടത്തി. അപ്പോഴും എൻ്റെ കണ്ണിൽ തെളിയുന്നത് അവളുടെ മുഖമാണ്. അവൾ അതാ എൻ്റെ അരികിലേക്ക് നടന്നു വരുന്നു. "ഇക്ക, നിങ്ങൾ എണീക്ക്. എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നു. ഇനി ഇത്തിരി നേരമല്ലേ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ കഴിയൂ?" എന്ന് അവൾ ചോദിക്കുന്നത് പോലെ. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ അവളുടെ കാൽക്കൽ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞു. എൻ്റെ വസ്ത്രമെല്ലാം കണ്ണുനീരിൽ കുതിർന്നു. അവളുടെ എത്രയെത്ര ചെറിയ ആഗ്രഹങ്ങളാണ് ഞാൻ മാറ്റിവെച്ചത്. വള്ളി പൊട്ടിയ ഹാൻഡ് ബാഗ് തുന്നിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ പുതിയത് വാങ്ങാമെന്ന് പറഞ്ഞ് എത്രയോ മാസങ്ങൾ ഞാൻ നീട്ടിക്കൊണ്ടുപോയി. അടുക്കളയിലെ ടാപ്പിൽ വെള്ളം വരുന്നില്ലെന്ന് പരാതിപ്പെട്ടപ്പോൾ, വാഷിംഗ് മെഷീനിലെ ഹോസ് ലീക്കാണെന്ന് പറഞ്ഞപ്പോൾ, മിക്സിയുടെ ജാർ കേടാണെന്ന് ഓമിപ്പിച്ചപ്പോൾ എല്ലാത്തിനും ഞാൻ പിന്നെയാകട്ടെ എന്ന മറുപടിയാണ് നൽകിയത്. "ഞാൻ ഇതുവരെ കടൽ കണ്ടിട്ടില്ല ഇക്ക. നമുക്ക് മക്കളെയും കൂട്ടിയൊന്ന് പോയിക്കൂടെ?" എന്ന് അവൾ ചോദിച്ചപ്പോൾ പോലും മൊബൈലിൽ നോക്കിയിരുന്ന് ഞാൻ അവളെ അവഗണിച്ചു. അവൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒന്ന് അരികിൽ പോയിരിക്കാൻ അവൾ കൊതിച്ചിരുന്നു. ജോലിഭാരം കൊണ്ട് അവൾ തളരുമ്പോൾ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഒന്ന് പുഞ്ചിരിച്ചിരുന്നെങ്കിൽ. ഈ നെഞ്ച് നിറയെ അവളോടുള്ള സ്നേഹമായിരുന്നു. എന്നിട്ടും എന്തിനാണ് ഞാനത് അളന്നു തൂക്കി മാത്രം നൽകിയത്? മയ്യത്ത് കുളിപ്പിക്കാൻ സമയമായപ്പോൾ അവളുടെ ഒരു പഴയ ആഗ്രഹം എൻ്റെ ഓർമ്മയിൽ വന്നു. "ഞാൻ മരിച്ചാൽ ഇക്ക എന്നെ കുളിപ്പിക്കുമോ?" എന്ന് അവൾ പണ്ട് ചോദിച്ചപ്പോൾ, "പെണ്ണെ, ഞാൻ മരിച്ചിട്ടേ നീ മരിക്കൂ" എന്ന് പറഞ്ഞു ഞാൻ കളിയാക്കിയിരുന്നു. ആ വാക്ക് ഞാൻ നിറവേറ്റി. കണ്ണുനീർ കൊണ്ട് കാഴ്ച മങ്ങുമ്പോഴും അവസാനമായി ഞാൻ എൻ്റെ പെണ്ണിനെ കുളിപ്പിച്ചു. പള്ളിക്കാട്ടിലേക്ക് അവളെയും കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ളവളാണ് അവൾ. എന്നിട്ടും ആ മണ്ണറയ്ക്കുള്ളിൽ അവളെ തനിച്ചാക്കി മടങ്ങാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. മൂടുകല്ല് വെച്ച് മണ്ണ് മൂടുമ്പോൾ എൻ്റെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എല്ലാവരും പിരിഞ്ഞു പോയിട്ടും ഞാൻ ആ മീസാൻ കല്ലിൽ തല ചായ്ച്ചിരുന്നു. "സുലു, മാപ്പ് തരൂ. നിനക്ക് വേണ്ടി ഒന്നിരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത ഇക്കയോട് മാപ്പ് തരൂ." എൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങലുയർന്നു. പെട്ടെന്ന് എൻ്റെ നെഞ്ച് പൊട്ടിപ്പിളരുന്ന വേദന. ശ്വാസം കിട്ടുന്നില്ല. ആരോ ഓടിവന്ന് എന്നെ താങ്ങിപ്പിടിച്ചു. ഞാൻ അറിഞ്ഞു, എൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവളില്ലാത്ത ഈ ലോകത്ത് എനിക്കിനി വയ്യ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മൊഴിഞ്ഞുകൊണ്ട് ഞാൻ യാത്രയായി എൻ്റെ സുലുവിൻ്റെ അടുത്തേക്ക്.